നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ മൂന്നാം ഘട്ടം, അതായത് സ്റ്റേജ് 3യെ കുറിച്ചാണ് PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ ആണ് വായിക്കാൻ പോണത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ നിങ്ങൾ കണ്ടെത്തിയിട്ട് പറ്റുമെങ്കിൽ കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. അപ്പോൾ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കിനി ഈ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? അതിൽ 1, 2, 3 തന്നേക്കുന്ന പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഉത്തരം A ആണ്. 2, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? തന്നേക്കുന്ന പ്രസ്താവനയിൽ 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ ഉത്തരം A ആണ്. ഇനി 3, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ B ആണ് ഉത്തരം. 4, നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ 3 തന്നിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം ആണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉത്തരം C ആണ്. ഇനി 5, സാമൂഹ്യ സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഇവിടെയും 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ആ വസ്തുതകൾ 1ഉം 2ഉം 3ഉം ആണ്. അപ്പോൾ A ആണ് ഉത്തരം. 6, മുഗൾ കലയെയും വാസ്തുവിദ്യയെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വീണ്ടും 3 തന്നിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം ആണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഉത്തരം B ആണ്. 7, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അവിടെയും 3 തന്നിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം 3ഉം കാരണങ്ങളാണ്. അപ്പോൾ C ആണ് ഉത്തരം. ഇനി 8, UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇവിടെയും 3 തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ 2ഉം 3ഉം ആണ് UNOയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഉത്തരം B ആണ്. 9, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. അതിൽ 1ഉം 2ഉം 3ഉം ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് ഉള്ള വസ്തുതകളാണ്, ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് D ആണ് ഉത്തരം. 10, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. അത് 1ഉം 2ഉം ആണ്. അപ്പോൾ ഉത്തരം B ആണ്. ഇനി 11, പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ പട്ടിക 1ഉം പട്ടിക 2ഉം തന്നിട്ടുണ്ട്. അതിൽ B ആണ് ഉത്തരം. അതായത് Aക്ക് 3, Bക്ക് 4, Cക്ക് 1, Dക്ക് 2. ഇനി 12, ഇന്ത്യയുടെ ദേശീയ ജലപാത 3 NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. അത് കോട്ടപ്പുറം കൊല്ലം C ആണ്. 13, അതെ, പട്ടിക 1ഉം പട്ടിക 2ഉമായിട്ട് ചേരുംപടി ചേർക്കുകയാണ്. അതിൻ്റെ ഉത്തരം D ആണ്. അതായത് Aക്ക് 2, Bക്ക് 4, Cക്ക് 1, Dക്ക് 3. അപ്പോൾ ഉത്തരം D ആണ്. ഇനി 14, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ കോഡുകൾ 1ഉം 4ഉം ആണ് ശരി. അപ്പോൾ C ആണ് ഉത്തരം. ഇനി 15, താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. C ആണ്. 16, ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012 മുതൽ 17 വരെയുള്ള പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച B ആണ്. ഇനി 17, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ആണ് ശരി. അപ്പോൾ അതുകൊണ്ട് ഉത്തരം A ആണ്. ഇനി 18, GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? IGST B ആണ്. ഇനി 19, ഫലപ്രദമായ റവന്യൂ കമ്മി ERD ഏതിന് തുല്യമാണ്? അത് A ആണ്. റവന്യൂ കമ്മി മൈനസ് മൂലധനാസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് A ആണ്. 20, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് V അനന്തനാഗേശ്വരൻ C ആണ്. 21, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. സിറ്റിസൺ ചാർട്ടർ B ആണ്. ഇനി 22, NSSOന്റെ പൂർണ്ണരൂപം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് C ആണ്. 23, കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി A ആണ്. ഇനി 24, NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് B ആണ്. NREGA തന്നെയാണ് 24. ഇനി 25, ഭരണത്തിലെ
ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? അത് ഡി ആണ്, വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. ഇനി 26, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ SEBC അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 105-ാമത്തെയാണ്, സി ആണ്. 27, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേന്ദ്രൻ റൈസാദ എ ആണ്. 28, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248-ൽ ഡാഷ് പ്രതിപാദിക്കുന്നു. അത് ഉത്തരം ഡി ആണ്. കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഡി ആണ്. 29, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാർ ആണ്, എ ആണ്. 30, SR ബൊമ്മെ വി യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഡി ആണ്, ആർട്ടിക്കിൾ 352. 31, കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം നാട്യകൽപദ്രുമം, സി ആണ്. ഇനി 32, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? കൂടിയാട്ടവും മുടിയേറ്റും, ഡി ആണ്. 33, ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏതു രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? എ ഗ്രീസ് ആണ്. 34, ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ബി ടെന്നീസ്. 35, നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? PC ഗോപാലൻ, സി ആണ്. 36, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ട്, ബി ആണ്. 37, ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി? മധുരൈ കാഞ്ചി, സി ആണ്. 38, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ? CV രാമൻപിള്ള, ഡി ആണ്. 39, ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം എ ആണ്, ഓപ്പറേഷൻ അജയ്. ഇനി 40, കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദ് കൃഷ്ണൻ, സി ആണ്. 41, കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി? റീഡ് ഓൺലി മെമ്മറി, റോം, എ ആണ്. 42, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് ഇന്റർപ്രറ്റർ, സി ആണ്. 43, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930, ബി ആണ് ഉത്തരം. ഇനി 44, ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഡി ആണ്, ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻസ് നേംസ് ആൻഡ് നമ്പേഴ്സ്, ഡി ആണ്. 45, ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8-ന് അടച്ചുപൂട്ടി. ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? ലീഫ് കെ ബ്രൂക്സ്, ഡി ആണ്. 46, താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? APJ അബ്ദുൽ കലാം, 2-മത്തെയാണ്, അതായത് ഉത്തരം ഡി ആണ്. ഇനി 47, ആദിത്യ L1 ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ ഇവയാണ്. 1-മത്തെ മാത്രമേ ഉള്ളൂ, അപ്പോൾ സി ആണ് ഉത്തരം. സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം 1-മത്തെയാണ്, അപ്പോൾ അതായത് സി ആണ് ഉത്തരം. 48, ദേശീയ ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? അത് 1ഉം 3ഉം ആണ് ശരി, അപ്പോൾ ഉത്തരം ബി ആണ്. 49, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ 3 പ്രസ്താവനകൾ തന്നതിൽ 1ഉം 2ഉം ആണ് ശരി, അപ്പോൾ എ ആണ് ഉത്തരം. 50, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം ആണ്, അപ്പോൾ ഉത്തരം സി ആണ്. ഇനി 51, അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്റർ നടന്നു. അവൻ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ഉത്തരം 33.345 ആണ്, എ ആണ്. 52, ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്ര? ഉത്തരം ബി ആണ്, 1000. ഇനി 53, ഒരു ലേഖനം 10% ലാഭത്തിൽ വിറ്റു. 250 എണ്ണം കൂടി വിറ്റിരുന്നെങ്കിൽ 20% നേട്ടം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ലേഖനത്തിന്റെ വില 2500 ആണ്. 54, 10.5% എന്ന ലളിതമായ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച തുകയ്ക്ക് 2 വർഷത്തിനുള്ളിൽ അതേ പലിശ 2 വർഷത്തേക്ക് കൂട്ടുപലിശയായി നിക്ഷേപിച്ചാൽ ലഭിക്കും. അപ്പോൾ കൂട്ടുപലിശയുടെ നിരക്ക് ഡി ആണ്, 10.5%. ഇനി 55, സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 1/4 ഭാഗം വായിച്ചു തീർത്തു. 2 + 1/5 മണിക്കൂറിനുള്ളിൽ പുസ്തകത്തിന്റെ എത്ര ഭാഗം വായിക്കും? ഉത്തരം ഡി ആണ്, 11/20. 56, 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ
10 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? ഉത്തരം സി ആണ് 24. ഇനി 57. 57ാമത്തെ ഉത്തരം എ ആണ് 3 മണിക്കൂർ. 58. -343 ഹോൾ റേസ് ടു 2/3 എന്നതിൻ്റെ മൂല്യം എ ആണ് 49. 59. 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഈയ ഖരഗോളത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? അപ്പോൾ ഡി 125 ആണ്. 60. ഒരു സമാന്തര ശ്രേണിയുടെ 7ാമത്തെ പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 18ാം പദം 0 ആയിരിക്കും. ബി ആണ്. ഇനി 61. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെയുള്ളതിൽ ഡേവിസ് കപ്പ് ഡി ആണ്. 62. പ്രശ്നം ഇസ്റ്റു അനുമാനം. അപ്പോൾ ഡാഷ് ഇസ്റ്റു പ്രവചനം. അപ്പോൾ അവസ്ഥയാണ് എ ആണ് ഉത്തരം. 63. റൈഡ് എന്നത് 36ആയും ഡെസ്ക് എന്നത് 39ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ കോഡ് എന്തായിരിക്കും? എ ആണ് 60. 64. താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. അവിടെ തന്നേക്കണതിൽ 90 ആണ് തെറ്റായത്. സി ആണ്. 65. 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബ കോണിൽ ഉണ്ടാവുക? അത് ബി ആണ്. 4 കഴിഞ്ഞ് 38 2/11 മിനിറ്റ്. 66. 2025 കലണ്ടർ ഡാഷ് വർഷത്തിന് സമാനമായിരിക്കും. 2030 ബി ആണ്. 67. 7 അംഗങ്ങളാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. പിയുടെ മകളാണ് ക്യൂ. ആറിൻ്റെ സഹോദരനാണ് ബി. എയുടെ അമ്മയാണ് ജി. എയുമായി ബി വിവാഹിതനാണ്. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. ഡി ആണ് ബിയുടെ പിതാവ്. ബിക്ക് പിയുമായുള്ള ബന്ധം അളിയൻ സി ആണ്. 68. രാജുവും രാധയും ഒരേ സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. രാജു 5 കിലോമീറ്റർ കിഴക്കും പിന്നീട് 6 കിലോമീറ്റർ വടക്കു കിഴക്കും പിന്തുടർന്നു. രാധ 4 കിലോമീറ്റർ തെക്കും പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്കും പിന്തുടർന്നു. രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കിലോമീറ്ററിൽ 12.80 ആണ്. ഉത്തരം ബി. 69. 6 പേർ ഒരു നിരയിൽ ഇരിക്കുന്നു. വൈ ആണ് എക്സിനും ആറിനും ഇടയിലിരിക്കുന്നത്. എക്സ് ആണ് സെഡിന് അടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് സെഡ് ഇരിക്കുന്നു. ക്യൂ ആറിന് അടുത്തിരിക്കുന്നു. എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ഉത്തരം എ ആണ്. സെഡും വൈയും. ഇനി 70. 4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? ഉത്തരം സി ജയ് ആണ്. ഇനി 71. ഇംഗ്ലീഷാണ്. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻ അറ്റ് ദ കോളേജ്. ഡിഡിൻറ്റ് ഇറ്റ്. സി ആണ്. 72. പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് അറ്റ് ആണ്. എ ആണ്. 8:15 AM. 73. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻസ്. ദ പ്രിൻസിപ്പൽ വാണ്ട്സ് to speak to you. A ആണ്. 74. Turn the given sentence from active voice to passive voice. Specify which of the following answer is right. Mary opened the door. അപ്പോൾ ബി ആണ്. The door was opened by Mary. പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ. 75. Identify the best way to express the intended idea in the following. ബി ആണ്. I like her child-like face. 76. Identify the type of sentence. What's a super show? അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഡി ആണ്. 77. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡിൻറ്റ് ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. സി ആണ്. 78. മൈക്കിൾ ഈസ് ഡാഷ് ദാൻ നതാഷ. ഓൾഡർ ആണ്. ഡി ആണ്. 79. ഐ ടുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. സി ആണ്. 80. റിപ്പോർട്ട് ദ സെൻറ്റൻസ്. ജോഷുവ സെഡ് ടു മോം ഐ ഹാവ് ബീൻ ഹിയർ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യണത് ജോഷുവ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദർ. ഡി ആണ്. 81. കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡിൻറ്റ് ടേൺ അപ്പ്. ബി ആണ്. 82. ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് അമിക്കബിൾ. അത് ഫ്രണ്ട്ലി. സി ആണ്. 83. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്. റെക്ലെസ്. എ ആണ്. 84. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. ഇവിടെ തന്നേക്കുന്നതിൽ കാറ്റാസ്ട്രോഫി. സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 85. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. പോപ്പർ. ഡി ആണ്. 86. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ അറൗണ്ട് ദ കോർണർ എന്ന് വെച്ചാൽ വെരി നിയർ എന്നാണ്. എ ആണ്. 87. ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. ബി ആണ്. ഹാൾവേ. 88. വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ്. ടൈഗ്രസ്. എ ആണ്. ഇനി 89. എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. സി ആണ്. 90. പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. സിനോപ്സിസ്. എ ആണ്.
ഇനി 91 മുതൽ മലയാളമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ലേഖകൻ ബി ആണ്. 92 പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സി ആണ്, ഗുരുക്കൾ. 93 പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ജനകൻ, എ ആണ്. 94 തീ പ്ലസ് കനൽ എന്നത് ചേർത്ത് എഴുതുക. തീ കനൽ, സി ആണ്. 95 രാജാവും ഋഷിയുമായവൻ ഡാഷ് ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി, ഡി ആണ്. 96 സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ബി ആണ്, സുധ. 97 800 എന്ന പദം പിരിച്ചെഴുതുക. ബി ആണ്, എൺ പ്ലസ് 100. 98 കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? സി ആണ്, ലോകവിവരം ഇല്ലാത്തവൻ. 99 മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ബി ആണ്, വാരിതം. 100 ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഡി ആണ്, ശിഥിലം. അപ്പോൾ ഇത്രയാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ടത്തിൻ്റെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ ഒന്ന് കണ്ടിട്ട് കഴിയുമെങ്കിൽ കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. പിന്നെ ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷും മലയാളമൊക്കെ ഒരുവിധം നല്ല എളുപ്പം തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. മറ്റുള്ള ഡിഗ്രി ലെവൽ പരീക്ഷ കഴിഞ്ഞ 2 ഘട്ടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതും ഏകദേശം ആ സ്റ്റാൻഡേർഡൊക്കെ തന്നെയാണ്. നല്ല സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെയാണ്. കുറച്ച് ടഫൊക്കെ തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കുറച്ച് മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സയൻസ് അത്രയ്ക്കധികം ചോദിച്ച് കണ്ടില്ല. ഇതൊക്കെയാണ്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയണത് എന്തായാലും 60ൻ്റെ അടുത്തൊക്കെ തന്നെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ വരാൻ സാധ്യത. 60നോടടുത്ത് ഏതെങ്കിലും ഒരു മാർക്കായിട്ടാവും വരാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC തന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് വഴി അറിയിക്കാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യണതാണ്. ഓക്കെ, താങ്ക് യു.